ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധയാണെങ്കിലും വിക്രമിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുകയായിരിക്കും. എന്നാൽ നിന്നെ കൊന്നുകളാ, ഞാൻ സ്നേഹിച്ചതും ഇത്രയും നാളൊക്കെ വെറുതെയായി, ഇതിൽ ഭേദം എന്നെ കൊന്നു കളയുന്നതാണ് എന്ന് പറയുമ്പോൾ കത്തി നേരെ മാറ്റിയിട്ട് എന്നാൽ പിന്നെ എന്നെ അങ്ങോട്ട് കൊന്നുകളാ എന്ന് പറഞ്ഞ് വിക്രമാണെങ്കിലും അവിടെ നിന്ന് പറയുമായിരിക്കും. പിന്നീട് അവിടെ നിന്ന് തർക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാധയാണെങ്കിലും കരഞ്ഞ് പറയുമായിരിക്കും, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ആ ജഡ്ജിയുടെ മോളൊന്നും വന്ന് നോക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. ഈ സമയത്തായിരിക്കും ശ്രീകാന്ത് കാറിൽ വന്ന് ഇറങ്ങുന്നത്. കൂടെ വിക്രമിൻ്റെ ഏട്ടനും ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മുടെ വിക്രമാണെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് പറയുമായിരിക്കും, നിങ്ങളൊക്കെ എന്താണ് ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കേ. അപ്പോൾ നമ്മുടെ വിനയനാണെങ്കിലും പറയുന്നുണ്ട്, നിൻ്റെ ഏട്ടനല്ലേ, അപ്പോൾ പിന്നെ അനിയൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാനല്ലാണ്ട് ആരാ പിന്നെ വരിക എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. പിന്നീട് സംസാരിക്കുന്നത് വിക്രമും ശ്രീകാന്തും ആയിരിക്കും. അപ്പോൾ ശ്രീകാന്തിൻ്റെ കയ്യിൽ കുറേ ക്യാഷൊക്കെ ഉള്ളൊരു ബാഗൊക്കെ ഉണ്ടാവും. എന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് പറയും, നീ കുറച്ച് നാൾ ഈ നാട് വിട്ടു പോകണം, എന്താ വെച്ചാൽ ഞാൻ ചെയ്യാം, നീ കുറച്ച് നാട് വിട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് വേദയെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അതുകൊണ്ട് നീ എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പോയേ പറ്റൂ, അതിനുള്ള കാശ് ഈ ബാഗിലുണ്ട്, ഇത് നീ എടുത്തോ, ഇപ്പോൾ ഒരു 10 ലക്ഷമാണ്, ബാക്കി എമൗണ്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാനത് തന്നേക്കാം എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് വിക്രമാണെങ്കിലും പറയും, ഓ വേദയ്ക്ക് നിങ്ങളപ്പോൾ സ്വന്തം വില കിട്ടുമല്ലേ എന്നിങ്ങനെ പറയും ദേഷ്യം വന്നിട്ട്. ആ സമയം ശ്രീകാന്തിനാണെങ്കിലും ദേഷ്യം വരികയായിരിക്കും. എന്നിട്ട് ഡാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാവാനായിട്ട് പോവുമായിരിക്കും. എന്നിട്ട് പിന്നെ ഒന്നും പറയുന്നുണ്ടാവില്ല. എന്നിട്ട് പിന്നെ ശ്രീകാന്താണെങ്കിലും പറയും, വേറെ വഴിയിലായിട്ടാണ്, എൻ്റെ ഒരു ഗതികേട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പറയുമായിരിക്കും. അപ്പോൾ വിക്രമാണെങ്കിലും പറയും, ഓക്കെ ഞാനത് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്യാഷ് ഇങ്ങനെ വാങ്ങുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ രാധയാണെങ്കിൽ അതിയായ സന്തോഷമായിരിക്കും ചെയ്യുന്നത്. കാരണം ഇനിയിപ്പോൾ എന്തായാലും വേദയെ പറഞ്ഞു വിടുമല്ലോ എന്നൊക്കെയുള്ള സന്തോഷമായിരിക്കും. ആ പൈസ സ്വീകരിച്ചു എന്ന് അറിയുമ്പോഴത്തേനും രാധയ്ക്കും സന്തോഷമായിരിക്കും. എന്നിട്ട് പിന്നെ അവിടുന്ന് ശ്രീകാന്ത് പോവുമായിരിക്കും. പുറകെ വിനയനും ചെല്ലായിരിക്കും. ഞാനുണ്ട് സാറേ പോവല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ പോവുമായിരിക്കും. ശേഷം കാണിക്കുന്നത് വേദയായിരിക്കും. വേദയാണെങ്കിൽ ശ്രീജയും അതുപോലെ അമ്മയും നോക്കുന്ന സമയത്ത് അവർ തുണിയൊക്കെ ഇങ്ങനെ അലക്കിയിടുമായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും പറയും, ഞാനും നിങ്ങളെ സഹായിക്കുക, എന്നെ ഇതിനെ അനുവദിക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മയാണെങ്കിലും വേണ്ട, ഇനിയിപ്പോൾ അച്ഛൻ കണ്ടാൽ പ്രശ്നമാവും എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും പറയുന്നുണ്ട്, വിക്രമിൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കിയിട്ടു എന്ന് പറഞ്ഞ് ഒന്നും പറയില്ലല്ലോ, അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പോരെ അമ്മേ, ഒന്ന് മാറി ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. ആ സമയത്താണെങ്കിലും നന്ദിനി വന്ന് പഴയ പോലത്തെ സംസാരങ്ങളൊക്കെ ആയിരിക്കും. ഓ അലക്കാനൊക്കെ അറിയോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പിന്നെ വലിയ വീട്ടിലെ ആൾക്കാരല്ലേ എന്നൊക്കെ സംസാരിക്കേ. അപ്പോൾ അമ്മയാണെങ്കിലും പറയും, അങ്ങനെ ഒരു സൗകര്യം ഉള്ളപ്പോൾ അത് ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. പിന്നെ നന്ദിനിയുടെ സ്വഭാവത്തിലാണെങ്കിലും കുറച്ച് മാറ്റമൊക്കെ വരികയാണ്. കാരണം വേദകാരനാണല്ലോ ഇവർക്ക് പൈസ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ അറിയുമ്പോൾ വേദയെടുത്ത് ഭയങ്കര ഒരു സോഫ്റ്റ് കോർണറിൽ പറയുമായിരിക്കും, കൈയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ കൈ പിടിക്കാൻ പോകുന്ന സമയത്ത് ആ വേദയാണെങ്കിലും പറയുന്നുണ്ട്, കയ്യിലൊക്കെ സോപ്പാണ്, എന്തിനാ പറ എന്ന് പറയുമ്പോൾ നന്ദിനിയാണെങ്കിലും പറയുമായിരിക്കും, ഞാനായിട്ട് എന്തെങ്കിലും സങ്കടം വേദയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഇനി വേദയുടെ നല്ല കാലമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെങ്കിലും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നും ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ നന്ദിനിയാണെങ്കിലും എന്നാൽ പിന്നെ നിങ്ങൾ പണിയൊക്കെ എടുത്തോ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നന്ദിനിയാണെങ്കിലും ഒരു പണിയെടുക്കാതെ അവിടെ നിന്ന് മാറുമായിരിക്കും. അങ്ങനെ ഇവർ തുണിയൊക്കെ ഇങ്ങനെ നല്ല സന്തോഷത്തിൽ തുണിയൊക്കെ ഇങ്ങനെ തോരയിടുന്ന സമയത്തായിരിക്കും രാധ കടന്നു വരുന്നത്. രാധ എന്നിട്ട് കടന്നു വന്നിട്ട് നന്ദിനിയോട് ചോദിക്കുക, അവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ മോളിലുണ്ട്, തുണി തോരയിടുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ നന്ദിനിയാണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എന്തോ ഉണ്ടല്ലോ, എന്താണെങ്കിലും ഒന്ന് പോയി ചെന്ന് നോക്കിയേക്കാം എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ രാധയാണെങ്കിൽ ഇവരിങ്ങനെ തുണി തോരയിടുന്ന സമയത്ത് വേദയെ കുറേ ആക്കിക്കൊണ്ടൊക്കെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് അധികം ഒന്നും ചെയ്യേണ്ടി വരില്ല, നീ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ഇങ്ങനെ കൊള്ളിച്ചുകൊണ്ട്. എന്നിട്ട് അമ്മയടുത്ത് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്, ഇവിടുന്ന് പറഞ്ഞാൽ ശരിയാവില്ല, താഴെ വാ എന്ന് പറഞ്ഞ് വേദയെ മാത്രം അവിടെ നിർത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ താഴേക്ക് പോവുമായിരിക്കും. ശ്രീജി ഉണ്ടാവും, നന്ദിനി ഉണ്ടാവും, അമ്മയുണ്ടാവും. എന്നിട്ട് രാധയാണെങ്കിലും ഈ കാര്യം ഇങ്ങനെ പറയുമായിരിക്കും, വിക്രം പൈസ വാങ്ങിയ കാര്യമൊക്കെ. ഈ സമയം അമ്മയാണെങ്കിലും ഒന്ന് ഞെട്ടിയിട്ട് പറയുമായിരിക്കും, എന്ത് വിക്രം വേദയെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി പൈസ വാങ്ങിച്ചു എന്നോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ രാധയാണെങ്കിലും പറയുന്നുണ്ട്, വിശ്വസിച്ചേ മതിയാകൂ, അവൾ ഇനി കൂടിപ്പോയാൽ 2 ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഇനി ഇവിടെ കാണില്ല, വിക്രമും നാട് വിടാൻ പോവാണ്, അതിൻ്റെ കൂടെ ഞാനും കൂടി പോകുന്നുണ്ട് കേട്ടോ അമ്മേ എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ അമ്മയാണെങ്കിലും പറയും, അതിന് കൂടെ പോകേണ്ട ആളല്ലേ ഇവിടെ ഉള്ളത്, ആ മോൾ അങ്ങനെയൊന്നും പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ രാധയാണെങ്കിലും പറയുന്നുണ്ട്, എല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും.
ശേഷം കാണിക്കുന്നത് വേദയുടെ വീടായിരിക്കും. അവിടെയാണെങ്കിലും ശ്രീകാന്ത് ചെയ്ത പ്ലാനിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. അപ്പോൾ വേദയുടെ സിസ്റ്ററായിട്ടുള്ള ദീപ്തി ആണെങ്കിലും പറയുന്നുണ്ട്, അവൻ കാശ് കിട്ടിയപ്പോൾ അവൻ്റെ സ്വഭാവം തനി പുറത്ത് വന്നല്ലോ, കണ്ടില്ലേ അവൻ്റെ സ്വഭാവം, ഇത്രയേ ഉള്ളൂ, അവൻ ഒരു തെമ്മാടിയാണ് അവൻ, കണ്ടില്ലേ പൈസ കിട്ടിയപ്പോൾ ചേച്ചി ഒഴിവാക്കാനായിട്ട് നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ മുത്തശ്ശിയാണെങ്കിലും എന്താ കാര്യം എന്ന് ചോദിക്കുകയായിരിക്കും. അപ്പോൾ വർഷയും ദീപ്തിയും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ പൈസ കൊണ്ടുപോയി വേദയെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങി അവൻ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടമായിരിക്കും. അയ്യോ എന്തൊക്കെ ഈ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പോൾ പത്മയാണെങ്കിലും പറയുമായിരിക്കും, അമ്മ ഇങ്ങനെ കരയൊന്നും വേണ്ട അമ്മേ, നമുക്കിപ്പോൾ എന്തായാലും അവൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയില്ലേ, ഇത്ര കാശ് കണ്ടപ്പോഴത്തേന് അവൻ്റെ കണ്ണ് മഞ്ഞളിച്ചു, വേദയെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനല്ലേ അവൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയേ ഉള്ളൂ അവൻ്റെ സ്വഭാവം, നമുക്ക് ഇപ്പം തന്നെ അവൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയത് ഭാഗ്യമായിട്ട് വിചാരിച്ചാൽ മതി, എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് പത്മയാണെങ്കിലും പറയുന്നുണ്ടാവും. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ഇതൊന്നും അംഗീകരിക്കാനേ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ദീപ്തിയും മുത്തശ്ശിയായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ദീപ്തി ആണെങ്കിലും പറയുന്നുണ്ട്, ഇങ്ങനെ കരഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല, ചേച്ചി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കാനല്ലേ നോക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പിന്നെ ഒന്നും മിണ്ടുന്നോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ശ്രീകാന്ത് ആ സമയം വരുന്നുണ്ടാവും. എന്നിട്ട് ശ്രീകാന്ത് ആണെങ്കിലും പറയുന്നുണ്ട്, അച്ഛനോട് ഈ കാര്യമൊന്നും ആരും അറിയിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാതിരിക്കേ. ശേഷം വിക്രമാണെങ്കിലും വീട്ടിലെത്തിയായിരിക്കും. അമ്മേ എവിടെ എന്ന് പറഞ്ഞ് വിളിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ വരുന്ന സമയത്ത് വിക്രമാണെങ്കിലും കാര്യം എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരിക്കും. അപ്പോൾ വേദ എവിടെ എന്ന് ചോദിക്കുമ്പോൾ വേദ തുണി തോരയിടുകയാണ് എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് വിക്രമാണെങ്കിലും വേദയുടെ അടുത്തേക്ക് ചെല്ലുമായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും തുണിയൊക്കെ ഇങ്ങനെ കുടയുന്നുണ്ട് കേട്ടോ വിക്രമിൻ്റെ ദേഹത്തേക്ക്. അപ്പോൾ വിക്രമാണെങ്കിലും അതൊന്നും കാര്യമാക്കുന്നുണ്ടാവില്ല. എന്നിട്ടാണെങ്കിലും പറയുന്നുണ്ട് വേദയെടുത്ത്, ഞാൻ കാശിന് ഗുണ്ടപ്പണി ചെയ്യുന്നവൻ തന്നെയാണ്, ഒരു തെമ്മാടിയാണ്, എല്ലാം സമ്മതിച്ചു, പക്ഷേ ഒരു പെണ്ണിനെ വില പറയാൻ മാത്രം ഞാൻ അത്രയ്ക്ക് അതമ്പതിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ വേദയ്ക്കാണെങ്കിലും കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ നിന്നെ ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് കാശ് തന്നായിരുന്നു എന്ന് പറഞ്ഞ് ബാഗ് താഴെ ഇട്ട് കൊടുക്കുകയായിരിക്കേ. അപ്പോൾ വേദയ്ക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും ആ ബാഗ് എടുത്തുകൊണ്ട് റൂമിൽ പോയിട്ട് നോക്കുമ്പോൾ അതിൽ ഇഷ്ടം പോലെ കാശായിരിക്കും. എന്നിട്ട് പിന്നെ വേദ തീരുമാനിക്കുകയാണ് ഇത് നേരിട്ട് അവിടെ ചെന്ന് വീട്ടിൽ കൊടുത്തിട്ട് തന്നെ കാര്യം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയായിരിക്കും. ആ സമയം വിക്രമാണെങ്കിലും വന്ന് വേദയുടെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞാൻ അത്രയ്ക്ക് വളരെ മോശപ്പെട്ട ആളൊന്നും അല്ല, ഞാനൊരു തെമ്മാടിയാണ്, ഗുണ്ടയാണ്, എല്ലാം സമ്മതിച്ചു, പക്ഷെ ഒരു പെണ്ണിന് വില പറയാൻ മാത്രം ഒരു ദ്രോഹിയല്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ അമ്മയാണെങ്കിലും ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇനിയിപ്പോൾ ആ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുകയായിരിക്കും. നന്ദിനി ആണെങ്കിലും ഒപ്പം ഇരുന്ന് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.